എർത്ത് ഫുള്ള് ഗ്ലോബ് പോലെ വട്ടത്തിരിക്കുന്ന കാണണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ദൂരം പോകണം. ഇപ്പൊ നീ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൂൺ എങ്ങനെയാണ് നീ കാണുന്നത്? മൂണിൽ നിന്നുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ടല്ലോ. മൂണി പോയതിനുള്ളതാണെന്ന് അറിയത്തില്ല. ഈ എല്ലാത്തിനും നാസയ്ക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട്, എല്ലാത്തിനും അവർക്ക് ആൻസർ ഉണ്ട്. ഇവർ ഈ മൂണി ലാൻഡ് ആയെന്ന് പറഞ്ഞൊരു ഫോട്ടോയില് ലൈറ്റ് ഒരു സൈഡിൽ നിന്നാണ് വരുന്നെങ്കിലും ഇതിന് റിഫ്ലക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു സാധനം രണ്ട് ഷാള് വരുന്നുണ്ട്. അതെങ്ങനെ അങ്ങനെ എർത്ത് ഫ്ലാറ്റാണ് നമ്മൾ ഫൈനലി പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യലി വെൽക്കം ബാക്ക്, എപ്പിസോഡ് നമ്പർ 13 ആൻഡ് ലൈവ് നമ്പർ 4 അഗെയിൻ. സോ 52 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 53 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 50 മുകളിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒഫീഷ്യലി നമ്മൾ മൂണിലേക്ക് പോയേക്കുവാണ്. ലാൻഡ് ആയോ നമ്മൾ? എനിക്കറിയത്തില്ല, ലാൻഡിംഗ് ഇല്ല, ഇറങ്ങിയിട്ട് വരുന്നില്ല, ലാൻഡിങ് പോലും ഇല്ല. എർത്തിൽ നിന്ന് പോയി മൂണിന്റെ ചുറ്റും കറങ്ങി മൂണിന്റെ ഡാർക്ക് സൈഡിൽ കൂടെ പോയി തിരിച്ചു വരുന്നു. അപ്പോൾ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ നമ്മൾ 73 മൂണി പോയി ഇറങ്ങി നടന്നു, അവിടെ കുറേ പരിപാടികൾ ചെയ്തു, കറങ്ങി തിരിഞ്ഞു, വീഡിയോ എടുത്തു, മൂണിയുടെ വീഡിയോ അയച്ചു, കോഡ് ചെയ്തു പ്രസിഡന്റിനെ അവിടെ ഇരുന്നിട്ട് മൂണിന്ന്. അപ്പോൾ അത്രയും സംഭവങ്ങൾ നമ്മൾ അന്ന് ചെയ്താണ്. എന്നിട്ട് ഇന്ന് ടെക്നോളജി ഇല്ല, ഒന്ന് മൂണി പോയിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാനായിട്ട്. അപ്പം അതാണ്. അപ്പം അഗെയിൻ അതിന് ആൾക്കാർക്ക് എന്താ പറയുന്നത്, കണ്ടപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറേ എക്സിലൊക്കെ ആൾക്കാർ തലപൊട്ടിയാണ് ആൾക്കാർക്ക്. എന്നിട്ടും എന്താ പറയുന്നത്, മൂണിൽ ഇപ്പോൾ പോകുന്നു, എന്നിട്ട് ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ഇറങ്ങുന്നില്ല, പോയിട്ട് കറങ്ങി അടിച്ച് തിരിച്ചു വരുന്നു. എന്നിട്ട് അല്ലല്ലോ, അത് കഴിഞ്ഞ് ഇനി അടുത്ത മിഷൻ പോകും. ഇതിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ അപ്പോളോ പോയ പോലെ ആദ്യം പോകുന്നു, എർത്തിന് ഓർബിറ്റ് ചെയ്യുന്നു, പിന്നെ പോകുന്നു മൂണി കൂടെ കറങ്ങിയിട്ട് വരുന്നു, പിന്നെ പോകുന്നത് ഇനി പോയി മൂണി ഇറങ്ങും. കറക്റ്റ്, അതാണ് അടുത്ത പരിപാടി. സോ കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ ഒക്കെ എന്താ പറയുന്നത് ഒരു ഇതിലും വലിയ സംഭവം കിട്ടാനില്ല. സോ അതാണ് ഈ സംഭവം. ഇത് ആരുടെ ടോപ്പിക് ആയിരുന്നു? ഇത് നിന്റെ ടോപ്പിക്. സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക് ഇടാൻ കാരണം ഇതിപ്പോൾ അവർ ഏപ്രിൽ 1-ാം തീയതി റോക്കറ്റ് ലോഞ്ച് ചെയ്തു. സോ അപ്പോൾ അത് തന്നെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഏപ്രിൽ 1-ാം തീയതി ഇത്ര അത് കമൻസ് ഒക്കെ വായിക്കണം. നാസ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എർത്തിൻ്റെ ഒക്കെ കുറേ ഫോട്ടോ ഇടുന്നുണ്ട്. ചുമ്മാ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. സോ അപ്പം ഇല്ല, ജസ്റ്റ് എനിക്കിതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ സയൻസൊക്കെ ഇത് ഇത്ര പോസിബിൾ ആണോ? സോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു 8-ൻ്റെ ഷേപ്പിലാണ് സംഭവം പോകുന്നത്. നമ്മുടെ എർത്തിൻ്റെ മോഷനെ പിടിച്ച്, സോ ഇപ്പോൾ ശരിക്കും സയൻസിൽ സൂര്യൻ ഇങ്ങനെ പോകുന്നു, സൂര്യന് ചുറ്റും ഭൂമി പോകുന്നു, അതല്ലാണ്ട് ഭൂമിയുടെ ആക്സസ് ചെയ്യുന്ന കറങ്ങുന്നുണ്ട്. സോ അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് പോവുക, എർത്തിന്റെ മോഷനെ പിടിച്ച് ഒരു റോക്കറ്റ് പോകുന്നു. സോ അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ചോണം. സൂര്യന് ചുറ്റും ഭൂമിയും കറങ്ങുന്നുണ്ട്, ഭൂമി ആക്സസ് ചെയ്യുന്നതും കറങ്ങുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് പോകുന്നു, ഭൂമിയുടെ പുറത്തോട്ട് ഇറങ്ങുന്നു, എന്നിട്ട് ഭൂമിയെ ഒന്ന് വലം വെച്ചിട്ട് ഒന്ന് വൈഡായിട്ട് പോയിട്ട് പിന്നെ ലൂണാർ ഓർബിലോട്ട് കയറാൻ വേണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുന്നു. മൂൺ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പോയി കറങ്ങി തിരിച്ചിങ്ങനെ വരുന്നു. സോ ഇതാണ് നടക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള സയൻസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തുമാത്രം ഇത് പോസിബിൾ ആണ്? ഇവർ പറയുന്നതൊക്കെ സത്യമാണോ? പക്ഷേ അതെന്തുകൊണ്ടാണ് പോസിബിൾ അല്ലാത്തതെന്ന് നീ പറയുന്നത്? എടാ, ഇത് ഭയങ്കര ആക്യുറേറ്റ് ആവുന്നുണ്ട്. നീ ഒന്ന് ആലോചിച്ച് എനിക്ക് ഇതിൻ്റെ ആക്യുറസി ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത് ചിലപ്പോൾ കൂടുതൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സയൻസ് അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ എർത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ പണ്ട് ആൾക്കാർ നമ്മൾ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എർത്ത് കറങ്ങുമായതുകൊണ്ട് നമ്മള് എങ്ങും എത്തത്തില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. സോ അത് സെൻസ് ആണല്ലോ. ഇപ്പൊ നീ എർത്ത് കറങ്ങുന്നുണ്ട്, നീ ഇങ്ങനെ ഒരു വണ്ടി കൂടെ പോകുന്നു, നിന്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, ഈ വണ്ടിയിൽ നിന്ന് ഒരു ബോൾ എടുത്ത് അപ്പുറത്തോട്ടിരിക്കുന്നു, അതെന്തായാലും അപ്പുറത്ത് ആ ഇതിനകത്തോട്ട് വീഴും. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ അപ്പം ഞാനതല്ല പറയുന്നത്. വൺസ് ഇത് എർത്തിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ, എർത്തിൻ്റെ ഇതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവിടെ ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എർത്ത് പിന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക, എർത്ത് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട്, പിന്നെ ഈ എർത്ത് ഇതുപോലെ സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയ്ക്ക് ഈ റോക്കറ്റ് പോയിട്ട് മൂണല്ലാണ്ട് മൂന്ന് എർത്തിനെയും കറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവർ പോകുന്ന ആ ഒരു പാത്തിലോട്ട് വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു. ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ പോലെ. അപ്പോൾ അതാ നിങ്ങളുടെ ബാക്കി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതൊക്കെ പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഇപ്പം മാത്രമല്ല, പണ്ട് ചെയ്തതാണല്ലോ. പണ്ട് മൂൺ ലാൻഡിങ് എന്താ 1969 മൂൺ ലാൻഡിങ്ങിനുള്ള ടെക്നോളജി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. അന്ന് പറയുന്നത് അന്ന് ഇത് ചെയ്തു. പക്ഷെ ഇത് ചെയ്തതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. സോ അപ്പോൾ നമ്മളതും ഒരു മിഷനല്ല ചെയ്തത്. എനിക്ക് തോന്നുന്നു 10 മിഷനോ എന്നോ എത്ര ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതെല്ലാം ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തു മൂണിൽ നിന്ന്. ഇനി നമുക്ക് എന്നൊന്നും അവിടെ പോയിട്ട് മൂണി പോയിട്ട് എന്ത് കാണിക്കാനാണ്? അതുകൊണ്ടാണ് പോകാത്തതെന്നാണ് ഇവർ പറയുന്ന ആർഗ്യുമെന്റ്. അല്ലല്ല, പിന്നെ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു വെച്ചാൽ അവരുടെ ഡേറ്റ മൊത്തം പോയെന്ന് പറയുന്നുണ്ട്. കാരണം പിന്നെ US ഫണ്ട് കട്ട് ചെയ്തു. ഫണ്ട് ഇത് വാറൊക്കെ വന്നതിന് ശേഷം, വിയറ്റ്നാം വാറൊക്കെ ആ സമയത്ത് വന്നത്. അപ്പോൾ US ഫണ്ട് കട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ആ ഇന്നത്തെ കൂട്ടല്ലല്ലോ ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യുന്ന സെറ്റപ്പ് ഇല്ല. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം പോയി. സാറ്റേൺ 5 എന്ന് പറയുന്ന റോക്കറ്റ് തന്നെ അവർ ഡിസ്മാൻഡിൽ ചെയ്ത് എന്തൊക്കെ സംഭവിച്ചതിന് പിന്നെ അതില്ല. പിന്നെ അത് വീണ്ടും അപ്പൊ ആ ഡാറ്റ മൊത്തത്തിലില്ല. അവർ വീണ്ടും സ്ക്രാച്ച് ചെയ്ത് കൊണ്ടുവരണം ഇനി എന്നാ പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പം
അന്നത്തെ ഡേറ്റ ആണെങ്കിൽ 1900-കളിലെ ഡേറ്റ ആണെങ്കിൽ ഇത്രയും സയന്റിഫിക്കലി എന്താ പറയുക, അന്ന് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. ഇന്നൊരു മൊബൈൽ ഫോണിന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വേറെ ലെവല. ഇത്രയും ടെക്നോളജി നമ്മൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവർക്ക് ആ ഒരു സംഭവം റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയില്ല. ടെക്നോളജി മാത്രമല്ല, എലോൺ മസ്ക് എന്നും മോളിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. മൊത്തത്തിൽ ചെറിയ വ്യത്യാസം ഇത് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അന്നൊരു ലാൻഡ് ഫോൺ ആയിരുന്നു വള്ളി കൂടെ കണക്ട് ചെയ്തെന്നുള്ള സെറ്റപ്പ്. ഇപ്പൊ പശ്ചാത്തലം പറഞ്ഞാൽ അത് മാറി, വയർലെസ്സാ. അപ്പൊ ആ ടെക്നോളജി, അതായത് അതിന് വേറെ ടൈപ്പ് ടെക്നോളജി, ഇത് ഇച്ചിരി ഡിഫറെന്റ് ആണെന്നാണ് അവരുടെ ആർഗ്യുമെന്റ്. ടെക്നോളജിയുടെ മാത്രമല്ല ഡേറ്റ പോകുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഈ പ്ലെയിൻ കണ്ടുപിടിച്ച ആൾക്കാർ അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ, പ്ലെയിനൊക്കെ ഇപ്പോഴും പറക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിന് ഫണ്ടിങ് നിന്നില്ലായിരുന്നല്ലോ, ഫണ്ടിങ് കട്ടായിരുന്നു. ഇത് ഫണ്ടിങ്ങിന്റെ പ്രശ്നമാണ്. യൂസ് നിർത്തി ഫുള്ള് നാസയ്ക്ക് കൊടുക്കുന്നത്. കാരണം ഒരു തവണ പോയപ്പോ ഓക്കെ ഹാപ്പി, 6 തവണ പോയപ്പോ ഒരുമാതിരി അപ്പുറം ജംഗ്ഷനിൽ പോകുന്ന അവർക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എന്നാലും 6 തവണ പോയപ്പോൾ ഒരു പ്രാവശ്യമല്ലേ ഇറങ്ങിയുള്ളൂ. ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല, എനിക്ക് 3 പ്രാവശ്യം മൂൺ ലാൻഡിങ് ഉണ്ടായിരുന്നു. മുന്നിൽ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. മുന്നിൽ ഇറങ്ങിയ 3 പ്രാവശ്യം, അതായത് ആദ്യ പ്രാവശ്യം പോയി പിന്നെ സാമ്പിൾ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പോയായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ അത് മാത്രമല്ലടാ, അത് നീ നോക്കി അപ്പോളോ 11, നമ്മൾ അപ്പോളോ 11 പിന്നെ 13 പൊട്ടിത്തെറിച്ച്, പിന്നെ ഒരു 14, 15 അങ്ങനെയാണ്. സിലിണ്ടർ എന്തോ പൊട്ടിപ്പോയി 2, പിന്നെന്തൊക്കെയോ സംഭവിച്ചു. ഓക്കെ. അത് മാത്രമല്ല ഒരു സാറ്റലൈറ്റ് ഒക്കെ ഉണ്ട്, ആ ഒരു ലൂണാർ എന്തോ ഒരു സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റ് എന്താ അവിടെ അവര് അവസാനം 1972 അവർ വിട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു കാർ ഇറക്കി എന്നാ പറയണേ. ഈ അത് ഇപ്പോഴും സാറ്റലൈറ്റിൽ ഇത് ഇപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാ പറയണേ. എനിക്കറിയാം ഇപ്പോഴത്തെ സെറ്റപ്പ്. കാറില്ല, ലാൻഡിങ് സൈറ്റ് കാണാൻ പറ്റും. അവസാനം പോയപ്പോ ഇതിനകത്ത് എന്തോ ഒരു സാധനം അവിടെ ഇപ്പോഴും ഇട്ടിട്ട് 969, 71, 71, 72, 72 പോയിട്ടില്ല. ഇല്ല. ആ 72 അവസാനം പോയപ്പോ അവരെന്തോ ഒരു സാധനം ഇറക്കിന്ന് ഇങ്ങനെ പറയണ്ടായിരുന്നു. ഞാനത് എന്തിറക്കിന്ന് ഒരു സാറ്റലൈറ്റ്, ശരി ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കാർ പോലത്തെ ഒരു സെറ്റപ്പ്. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റും. അത് ഓടിച്ചോണ്ട് നടക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ആണെന്ന് എനിക്ക് റോവറോ? ഇത് ഇതാണ് മനസ്സിലായി. ഞാൻ കാണിച്ച് റോവറാണോ അതോ നീ പറഞ്ഞ മറ്റേ ഒരാളിരുന്ന് വണ്ടി ഓടിക്കുന്നവർ ഓടിച്ചോണ്ട് പോകുന്നത്? അല്ല, അതിൽ ഈ ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ നീ അവനായിട്ടെ വീഡിയോ സെൻഡ് ചെയ്യാം. പക്ഷേ വീഡിയോ എന്താ സംഭവം? അത് ഇത് ഈ പറഞ്ഞ സാധനം, അതായത് ഈ പറഞ്ഞ ലൂണാർ എന്തോ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് അത് ആ കാറ് അവരോട് ഇറക്കിയിട്ടുണ്ടെന്നുള്ളതിന് പ്രൂഫാണെന്നാണ് പറയുന്നത്. പ്ലസ് അയാൾ ചോദിക്കുന്ന അവിടുത്തെ സയന്റിസ്റ്റ് ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇത് ഫേക്ക് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ അതിന് 6 തവണ പോകുന്നത്, ഒരു തവണ പോയിട്ട് മിണ്ടാതിരുന്നപ്പോൾ ആയിരുന്നു ചോദിക്കണേ. പിന്നെ ഒരു ഇത്, പക്ഷെ അത് ഈ ടെക്നോളജി വന്നേണ്ട പോയിട്ടില്ല. 1970-കളിൽ ഞാൻ നിനക്ക് ജോ റോഗന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പുള്ളി സംസാരിക്കുന്ന ഇതിനെ കുറിച്ച്. അത് പണ്ടത്തെ ഇതുപോലെ പോയൊരു ഒരു ആസ്ട്രോനോട്ട് പറയുന്നതാണ്. ആ സെയിം സാധനം ഞാൻ പ്ലേ ചെയ്യാം. ഓ ഈ മാറ്റോൾ ഷർട്ടാണോ? ഇതല്ല ഞാൻ There's a satellite orbiting the moon now called Lunar Reconnaissance Orbiter, and it's got a camera that can take pictures as it goes over down a resolution of about 8 feet or so. And over every Apollo landing site has taken pictures of the landing sites. In the last 3, of course, we had a car, and you can see the descent stage that we left behind. You can see the car that was left behind, and you can see the experiments package out there. There were 400,000 people that worked in Apollo, and for 50 years, there was never anybody that raised their hand and said, we faked it all. And I think you're just willfully ignorant if you don't believe that we landed on the moon. ഈ വീഡിയോ അല്ലായിരുന്നു ഞാൻ പറഞ്ഞ, വേറൊരു വീഡിയോ ആയിരുന്നു പറഞ്ഞത്. ബട്ട് ഇത് ആ വീഡിയോയിൽ പുള്ളി എന്താ പറയുന്നത്? അല്ല, ആ വീഡിയോയിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടങ് സ്ലിപ്പ് ആയിരുന്നു പോയൊരു ആസ്ട്രോണറ്റിന്റെ. പുള്ളി പറയുന്നത് പുള്ളി മൂണിൽ നിന്നിട്ട് പുള്ളി സ്റ്റാർസ് കണ്ടു, ഇത് കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളി മൂണിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പുള്ളി ആ ക്യാപ്സ്യൂളിൽ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരാൾ അവിടെ വേണമല്ലോ തിരിച്ചു പോകാൻ നേരത്ത്. സോ അപ്പോൾ ജോ റോഗൻ പറഞ്ഞത് മാറിപ്പോയി, നിങ്ങൾ ശരിക്കും വണ്ടിക്കകത്തല്ലായിരുന്നു, നിങ്ങൾ വട്ടം കറങ്ങുമല്ലായിരുന്നു, നിങ്ങൾ പിന്നെ എങ്ങനെ ഇത് കാണുന്നതെന്ന്. സോ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഇത് ഈ പറഞ്ഞ 2 സയന്റിസ്റ്റുകൾ ഒന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റാർ കണ്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ആരോ ഒരാൾ ബുക്കിൽ എഴുതിയിട്ടുണ്ട് സ്റ്റാർസ് ഞങ്ങൾ ഇയാൾ ഈ കണ്ടില്ല എന്ന് പറഞ്ഞ ആള് തന്നെ പിന്നെ എഴുതി ബുക്കിനകത്ത് പറയുന്നുണ്ട് സ്റ്റാർസ് കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാർസ് കാണാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം അവിടുത്തെ ഡേ ടൈമിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. അത് നമ്മുടെ ഒരു 14 days എന്തോ മൂണിന്റെ ഡേ ടൈം. അപ്പോൾ സ്റ്റാർസ് കാണത്തില്ല, സൺലൈറ്റ് ഉള്ളപ്പോൾ സ്റ്റാർസ് കാണാൻ പറ്റണേ. ഈ ഒരു കോൺസ്പിറസി ഉണ്ടല്ലോ, നമ്മുടെ
ഏരിയ 51 മൂൺ ലാൻഡിങ്ങിന് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് സ്റ്റിൽ പ്രിസർവ് ചെയ്തേക്കുന്നത്. ഏരിയ 50 ഇവിടെ കാനഡയിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മറ്റേ മാൾസിന്റെ സ്ഥലമല്ലേ, മാൾസിന്റെ സ്ഥലം അത് തന്നെ. ഡെവൺ ഐലൻഡ്. അത് കറക്റ്റ് മാൾസ് വരയ്ക്കും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഫ്ലെറ്റ്സ് ഫേക്ക് ചെയ്തായിരുന്നെങ്കിലും അത് ഇപ്പം ഇന്നത്തെ പോലെ അല്ല. ഇപ്പം ഇന്നത്തെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ DNA എടുത്ത് പരിശോധിക്കും ഓൺലൈനിൽ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ആകെ ഒരു TV ഉണ്ട്, TV എന്ത് വരുന്നു അതാണ് ഗോസ്പൽ, അതാണ് ട്രൂത്ത്. അന്ന് US-ൻ്റെയും ISSRൻ്റെയും ആ ഒരു റേസും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആരാണ് ആദ്യം മൂൺ ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂണിൽ ആരാ കൺട്രോൾ വരുന്നത്. അപ്പോൾ അത് US-ന് ഭയങ്കര അത്യാവശ്യമായിരുന്നു. അതിനൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം വരെ ഇവൻ ലോഞ്ച് ആവുന്നില്ലായിരുന്നു സാധനം. ലൈക്ക് ആ ഒരു ഫസ്റ്റ് മൂൺ ലാൻഡിങ് വരെ സംഭവം ലോഞ്ച് ആവുന്നില്ലായിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ എർത്തിൽ നിന്നും പോയി മൂണിലും എത്തി, ലാൻഡിങ് ചെയ്തു, എല്ലാം ചെയ്തു, തിരിച്ചു വന്നു. പക്ഷെ അതുവരെ ജസ്റ്റ് എന്താ പറയുന്നത്, ഒന്ന് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കടന്നു പോകാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാര്യം സാധനം എപ്പോഴും പൊങ്ങുമ്പോഴും പൊട്ടിപ്പോമായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു കോൺസ്പിറസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മൂൺ ലാൻഡിങ്ങിൽ ആ ഒരു സംഭവം നടക്കൂല എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പുള്ളി ഒരു ദിവസം ഓൾ ഓഫ് എ സഡൻ അതിൻ്റെ അതൊരു ഫയറിൽ പുള്ളി മരിച്ചു പോകുന്നുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഈ മൂൺ ലാൻഡിങ് നടക്കുന്നതിന് മുമ്പ്. വേറൊരു സാധനം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ റോക്കറ്റ് പോകുന്ന ട്രജക്ടറി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വളയുക സാധനം, നേരെയല്ല പോകുന്നത് ഇങ്ങനെ. സോ അപ്പോൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറന്നു പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ, ഇത് നേരെ പോയി ഏതോ ഓഷ്യനിലാണ് വീഴുന്നത്. കാരണം ഇത് പുറത്ത് പോയിട്ട് നമ്മുടെ ഇതിൻ്റെ പുറത്ത് പോയെന്ന് പറയും, ലെയറിൻ്റെ പുറത്ത് കടന്നെന്ന് പറയുമ്പോൾ പിന്നെ ഫുള്ള് CGI കാണും നമ്മൾ. പിന്നെ ഈ സാധനം ഇതിനെ ഓർബിറ്റ് ചെയ്യുന്നതൊന്നും അല്ല നമ്മൾ കാണുന്നത്. പിന്നെ ഇവർ ഇവിടുന്ന് CGI അപ്പോൾ പറയുന്നത് ഓക്കെ, പിന്നെ അങ്ങോട്ടേക്കെല്ലാം CGI നോക്കിക്കോളും, ബാക്കിയെല്ലാം പോയി അത് നേരെ പോയി ഓഷ്യനി കാണുള്ളൂ. പക്ഷേ അതിനകത്ത് ആൾക്കാരുണ്ടല്ലോ, ആൾക്കാർ ഇപ്പോൾ ഓഷ്യന് വീഴില്ലേ? ഏതാ ഈ പറഞ്ഞു വന്ന റോക്കറ്റ് ഇത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓഷ്യനിലോട്ട് തന്നെയാണല്ലോ വീഴാൻ പോകുന്നത്. അതിന് ചെറിയൊരു ഭാഗമല്ലേ വീഴുള്ളൂ. ഇതത്രേ ഉള്ളൂ. ഈ ഫുള്ള് റോക്കറ്റും പോയി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇല്ല, ഇത് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ഭാഗമല്ലേ ഉള്ളൂ, ഡിസ്മാൻഡിലെ ഭാഗമല്ലേ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ അവിടുന്ന് നേരെ അത് തിരിച്ച് താഴോട്ടൊന്നും പോകുന്നില്ല, അത് തിരിച്ച് സേഫായിട്ട് രാത്രി വന്ന് ഓഷ്യനി വീഴുന്നുണ്ട്. എൻ്റെ പിന്നെ അതൊക്കെ പറയുന്നതാണ്, നമുക്ക് അറിയത്തില്ല, പിന്നെ ആരിലൊക്കെ ട്രാക്ക് ചെയ്യുമായിരിക്കുമല്ലോ. അത് എത്ര സാറ്റലൈറ്റ് കിടന്ന് കറങ്ങുന്നത്, ഏതെങ്കിലും പറയാൻ പറ്റില്ല. സോ അതാണ് എനിക്ക് ചിലപ്പോൾ സമയത്ത് ആലോചിക്കുമ്പോൾ ഇതാവും. കാരണം ഇത്രയും പരിപാടികൾ അവിടെ നടപ്പുണ്ട് നമ്മുടെ സ്പേസിൽ, അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലൊരു സാധനം പോയിട്ട് ഭയങ്കര അതും എന്ത് ആക്യുറേറ്റ് ആയിരിക്കണം നീ ആലോചിച്ചെങ്കിൽ. എർത്ത് ഇത് കറങ്ങുന്നത് മാത്രമല്ല, ഈ എർത്ത് ഇതുപോലെ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. സോ അപ്പോൾ ബാക്കിയൊക്കെ എനിക്ക് അതിൻ്റെ ബാക്കി സയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ എർത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം പുറത്തോട്ട് പോകുമ്പം റോക്കറ്റിൻ്റെ സ്പീഡും എർത്തിൻ്റെ ഇതും അതെങ്ങനെ മാറ്റും. പിന്നെ എനിക്ക് മനസ്സിലായത് കാരണം എർത്തിൻ്റെ മോഷനിലാണ് ഈ സാധനം പുറത്തോട്ട് വന്നത്. സോ അപ്പോൾ അത് എർത്തിനെ ഫോളോ ചെയ്യുന്നത്, വേറെ ഒരു സാധനമായിട്ട് അതിനൊരു ബന്ധമില്ല. എർത്ത് എങ്ങനെ കറങ്ങുന്നു അതിനുള്ള രീതിയിലാണ് ഈ റോക്കറ്റ് വർക്ക് ആവുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ വേറൊരു സാധനം കറങ്ങി ഇതിന് ചുറ്റും വരുന്നുണ്ട്, മൂണ്. സോ അപ്പോൾ ഇവിടുന്ന് എർത്തിൻ്റെ ഇത് വിട്ടുപോയി പിന്നെ അവർ പറഞ്ഞ അവർ ഇഗ്നൈറ്റ് ചെയ്യുന്ന പറയുന്നത് ഒരു പുഷ് കിട്ടാം. കാരണം അൺലെസ് എക്സ്റ്റേണൽ ഫോഴ്സ് വരാണ്ട് ഒരു സാധനത്തെ നമുക്കൊരു പാത്തിൽ നിന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല ആലോ. സോ അപ്പോൾ അത് വെച്ച് അത് മൂണിൻ്റെ അടുത്തോട്ട് പോകുന്നു. സോ അപ്പോൾ മൂൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് ഓർത്തണം കേട്ടോ. അത് വരുന്ന വഴിക്ക് ഈ സാധനം ഇങ്ങനെ പോയിട്ട് മൂണിനെ കറങ്ങിയിട്ട് കറക്റ്റായിട്ട് തിരിച്ച് വന്ന് ലാൻഡ് ചെയ്യും. അതൊക്കെ പോസിബിൾ. അത് മൂൺ തന്നെ വലിച്ചെടുത്തോളൂ. മൂൺ എനിക്ക് തോന്നുന്നു മൂൺ ആ സാധനത്തിന് അതിന്റെ ഓർബിറ്റിലോട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു പിന്നെ ബാക്കി കുഴപ്പമില്ല. പിന്നെ അവിടെയാണ് നമ്മൾ ഈ ഇഗ്നിഷൻ കൊടുക്കുന്നത് പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള. സോ പക്ഷെ ഞാൻ പറഞ്ഞ ഇത് ഇത്രയും കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് വരണം. അതും അതിന്റെ പിന്നിൽ മാത്തും കാര്യങ്ങളും ഒക്കെ അതൊക്കെ പോസിബിളാ. ആലോചിക്കുമ്പോൾ ഭയങ്കര ഇപ്പോഴത്തെ ടെക്നോളജീസ് ഒക്കെ ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കിതില് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നീ നോക്കിയായിരുന്നു ഇതിൽ എന്തെങ്കിലും ഇതൊക്കെ നിനക്ക് കോൺസ്പിറസി തോന്നുന്നുണ്ടോ? അത് നിനക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂണിൽ പോയിട്ടുണ്ട്, ഇപ്പം ഈ പോയേക്കുന്ന മൂണിലേക്കാണ്. ഇപ്പൊ പോയത് ചിലപ്പോൾ ആയിരിക്കും. കാരണം എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും വർഷം പോയിട്ടില്ല എന്ന്. കാരണം അത്രയും ഈ സംഭവങ്ങൾ ഒരുമിച്ച് നടന്നിട്ട് ഇപ്പോഴാണ് അറിയുന്നത് ഇതിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോവാത്ത എന്താന്ന്. കാരണം ഇടയ്ക്ക് ഇങ്ങോട്ട് വിടുന്നൊക്കെ ഉണ്ട്. ഈവൻ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് $75 million ഒരു ബോളിവുഡ് മൂവിൻ്റെ അത്രയും പോലും പൈസ അല്ലാണ്ട്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത്. അതിനൊത്തിരി ട്രോൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയതിൻ്റെ. കാരണം ഇന്ത്യയിൽ ആ സാധനം മറ്റേ അവിടെ പോയി ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു CGI ഉണ്ട്. അത് മറ്റേ ഏതൊരു ഗെയിമിൽ ഈ മറ്റേ ഒരു സാധനം ഇരിക്കുന്നൊക്കെ പറഞ്ഞ കുറേ ട്രോൾ ഉണ്ടായിരുന്നു. കാരണം അതും അവർ കാണിക്കുന്നത് പറഞ്ഞാൽ ഈ സാധനം ഫുള്ള് CGI അത് ആ ലോഞ്ചിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഫുൾ സാധനം CGI ആയിരുന്നു. സോ അപ്പോൾ അതും അവർ പോയി ലാൻഡ് ചെയ്തത് ഇതുവരെ ആരും പോകാത്ത സ്ഥലത്ത് ഇന്ത്യ പോയി ലാൻഡ് ചെയ്തത് മൂണിൻ്റെ ഡാർക്ക് സൈഡിലാണ് പോയി ലാൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റോവർ നിന്ന് പോവുകയും ചെയ്തല്ലേ. എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവസാനം അറിഞ്ഞത് അതിൽ നിന്ന് പിന്നെ സിഗ്നലൊന്നും ഇല്ലായിരുന്നു, അത് നിന്ന് പോയെന്ന് അറിഞ്ഞത്. ജെഫ് ബേസോസ് കുറേ ടീമിനെ വിട്ടിറങ്ങിയായിരുന്നു. സ്പേസ് വരെ പോയിട്ട് തിരിച്ചു വന്നുള്ള സ്പേസ് ഷട്ടിൽ ഇപ്പം എനിക്ക് ഇപ്പം അങ്ങനെ ഒരു കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് നേരെ ഇവിടുന്ന്
നമ്മുടെ മോള് വരെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ജസ്റ്റ് ആ ഒരു ഹൊറൈസണും കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഒറിജിൻ സ്പേസ് ഒറിജിനോ അങ്ങനെ ഒരു സ്പേസി വിട്ട ടീമിന്റെ ഫോട്ടോ ഞാൻ വേണ്ടി കേറ്റി പെറി, പുള്ളിയുടെ വൈഫ്, അങ്ങനെ കുറെ ടീംസ്. ഇത് ഏറ്റവും വലിയ ഡയപ്പായിരുന്നു. ഇത് ഡിബങ്ക് ചെയ്തു. ഇത് വെറുതെ ഡയപ്പായിരുന്നുള്ള കാര്യം ഡിബങ്ക് ചെയ്തു. 10 മിനിറ്റ് 21 സെക്കൻഡ് അവർ ഫ്ലൈറ്റ് സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്ന് പോയവരൊക്കെ നല്ല നെയിൽസ് ഒക്കെ വെച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് ലുക്കായിട്ട് പോയിട്ട്. ഇതാ കമ്പനി ചെയ്യുന്നതാണോടാ? ഇത് ബ്ലൂ ഒറിജിൻ. ഇത് പുള്ളിയുടെ സ്വന്തം കമ്പനി. ഇത് പുള്ളി ഇതുപോലെ ഇതൊക്കെ നടത്തി ടൂറിസം നടത്തുന്നുണ്ട്. ഞാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി? ഫേക്കാണെന്ന് തോന്നുന്നുണ്ടോ? ആ ലൂണാർ റെക്കോർഡൻസ് സാറ്റലൈറ്റ് ഏതത് ഞാൻ കുറച്ചും പ്ലേ ചെയ്തില്ലേ? ഓക്കെ, ആ ഒരു സംഭവം കണ്ടപ്പോഴല്ലേ ആ ഡേറ്റ ഒക്കെ പക്ഷേ യുഎസിന്റെ കയ്യിലുള്ള ഡേറ്റ ആണല്ലോ പറഞ്ഞത്. യുഎസിന്റെ സാറ്റലൈറ്റ് ഇറക്കുന്നുണ്ട്, അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഫേക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അവരെല്ലാം ഇടുന്നു, അവരെന്നെ എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇട്ടുന്നുണ്ട് ഇത് ഓടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് ഓക്കെ, ഇത് വെച്ച് വേറെയും ഇതിന്റെ കണ്ടുകളുടെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ. ഇതൊന്നും വേറെ ആരുടെ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യത്തില്ല. ഐ മീൻ ഒരു റോക്കറ്റ് പോകുന്നതൊന്നും വേറൊരു സാറ്റലൈറ്റ് ട്രാക്ക് എനിക്ക് ആ സമയത്ത് അതിനുള്ള ടെക്നോളജി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. റോക്കറ്റ് പോകുന്നൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഈവൻ ഈ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഫോട്ടോയും സാധനങ്ങളെല്ലാം CGI ആന്നൊക്കെ. അതെ, കുറെ കാര്യങ്ങളൊക്കെ അതിലും കുറച്ചൊക്കെ ചില കാര്യങ്ങൾ തുടങ്ങി. ഒരു വീഡിയോ ഞാൻ കണ്ടത്, അതിൽ ആസ്ട്രോൺസ് എല്ലാം വെള്ളം കുടിക്കുന്ന സാധനം വെള്ളം ബബിൾ പോലെ പോകുന്നുണ്ട്. ബാക്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു സാധനം കണ്ടു. അതൊക്കെ ഉള്ളതാണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ എന്നാലും ഇടയ്ക്ക് കുറെ കയറൊക്കെ കാണാം. ഒരു വയറിങ് ഈവൻ മൈക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മൈക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമല്ലേ. ഇതിങ്ങനെ മൈക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് വേറൊരാളുടെ കൈ കൊടുക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ. ഓക്കെ, സോ അങ്ങനെ എർത്ത് ഫ്ലാറ്റ് നമ്മൾ ഫൈനലി പ്രൂവ് ചെയ്തിരിക്കുന്നു. സോ ഗൈസ്, അത് വെച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് റാപ്പ് അപ്പ് ചെയ്യുവാണ്. ഇത് എപ്പിസോഡ് നമ്പർ 13 റാപ്പ് അപ്പ് ചെയ്യണം ഒഫീഷ്യലി. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി. ടേക്ക് കെയർ, ബൈ.